അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ശഅബാനിലെ തിങ്കളാഴ്ച രാവ് അല്ലേ, ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്ത ഒരു ദിവസത്തിലെ രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മനോഹരമായ ശഅബാനിലെ തിങ്കളാഴ്ച രാവെന്ന് പറഞ്ഞാൽ അത്രമേൽ ഹൃദ്യമാണ്. അപ്പോൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാൻ, മാരക രോഗങ്ങളിൽ നിന്ന് ശിഫ ലഭിക്കാൻ ഒരുപാട് ദുആ വസിയ്യത്തുകൾ, എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീങ്ങിക്കിട്ടാൻ മനോഹരമായൊരു സദസ്സ് നമ്മൾ നടത്തുകയാണ് അല്ലേ. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായി ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ ദിക്ർ. ഈ ദിക്റിൽ ഇസ്മുൽ അഅ്ളമുണ്ട്. ഇത് ചൊല്ലി നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും അള്ളാഹു അത് സാധിപ്പിച്ചു തരുമെന്നല്ലേ. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു 33 തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. നാം തുടങ്ങാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വിജയം നൽകട്ടെ. പരീക്ഷ എഴുതുന്ന, മറ്റു മേഖലകളിൽ ബന്ധപ്പെടുന്ന നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ വിജയവും ഔന്നത്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ എന്നോടൊപ്പം ഒന്ന് മനസ്സറിഞ്ഞ് നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله
أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد അർഹമുർറാഹിമായ റബ്ബ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് നിമിത്തം നമ്മുടെ സങ്കടങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കി മനോഹരമായ ഹൃദ്യമായ ഒരു ഖൽബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ശഅബാൻ പാപമോചനത്തിന്റെയും കൂടെ മാസമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ പാപമോചനം തേടിയാൽ, ഇസ്തിഗ്ഫാർ തേടിയാൽ നമുക്ക് തരിക വെറും പാപമോചനം മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകും, സമാധാനം നൽകും, സമ്പത്ത് നൽകും, ആയുസ് നൽകും. ഇതൊക്കെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനാണ്. മനസ്സറിഞ്ഞ് ഒരു 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ല, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം
أستغفر الله العظيم 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 أستغفر الله العظيم. الله قبول ചെയ്യട്ടെ. ഖൽബറിഞ്ഞ ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കട്ടെ. അവൻ നമുക്ക് മാപ്പ് ചെയ്തു നൽകുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മാസം അല്ലേ? നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീ കരിച്ചു കളയുന്നത് പോലെ കരിച്ചു കളയുന്ന ഒരു സ്വലാത്തുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം അല്ലേ? സ്വലാത്തുൻ നാരിയ. ഒരു 11 തവണ എന്നോടൊപ്പം ഒന്ന് സ്വലാത്തുൻ നാരിയ ചൊല്ലാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീ കരിച്ചു കളയുന്നത് പോലെ കരിച്ചു കളയുന്ന സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വലാത്തുൻ നാരിയയുടെ ബറകത്ത് കൊണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകട്ടെ. നമുക്കറിയാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായൊരു മദ്ഹ് കാവ്യമുണ്ട്. മദ്ഹാണത്, ഏറ്റവും ഹൃദ്യമായ മദ്ഹ്. അത് ഖസീദത്തുൽ ബുറുദയാണ് അല്ലേ? ആ ബുറുദ മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ബുറുദ എന്നൊരു പേര് അതിനുണ്ട്. അതായത് എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ ബുറുദ കൊണ്ട് ശിഫയാക്കുമെന്നാണ്. അപ്പൊ ബുറുദയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാ അക്രമ ബൈത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ശഅബാൻ കഴിയുന്നത് വരെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഹൃദ്യമായ അവിടത്തേക്ക് ഇഷ്ടമുള്ള ഈ യാ അക്രമ ബൈത്ത് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നതിന് മുൻപ് യാ അക്രമ ബൈത്ത് കൂടെ എന്നോടൊപ്പം നിങ്ങളൊക്കെ ചൊല്ലി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി سواك عند حلول الحديث العميم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وغرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم
أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذابا تلبان ريح صبا وأطرب العيسى حاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലിയ അദ്കാറുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, മറ്റ് അമാലുകൾ, സ്വലവാത്തുകൾ, മദ്ഹുകൾ എല്ലാം ഈ വിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. റബ്ബുൽ ആലമീൻ എല്ലാം അറിയുന്നവനാണ്. ഇതിൽ കമന്റ് ചെയ്തവർ, മനസ്സിൽ മുറാദുകളുള്ളവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സുന്ദരമായ തിങ്കളാഴ്ച രാവിൽ നിന്റെ മുൻപിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങൾ ഓതിയ ഖുർആനും മറ്റു സ്വലാത്തുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും വിശിഷ്യ ഈ ശഅബാനിലെ 15 രാത്രികൾ ഓതൽ മഹത്വമുള്ള സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ ഞങ്ങൾ 15 തവണ ഓതിയിട്ടുണ്ട്. യാ അല്ലാഹ്, അത് ഓതിയിട്ട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് നിന്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. സ്വസ്ഥതയില്ലാതെ നെട്ടോട്ടമോടുകയാ, സമാധാനമില്ല റബ്ബേ. യാ റബ്ബനാ, സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ട്, മറ്റു പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ നീ കടക്കെണിയിലാക്കല്ലേ അല്ലാ. കടം തന്നവർ വന്ന് നടുറോട്ടിൽ നിർത്തിയിട്ട് കഴുത്തിന് കയറി പിടിച്ച് നാണം കെടുത്തുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ.
നീ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. പടച്ചവനെ, ജയിലിൽ കഴിയുന്ന അന്യായമായി ജയിലിലടക്കപ്പെട്ട പ്രവാസികളും അല്ലാത്തവരും യാ റബ്ബന നീ എളുപ്പത്തിൽ മോചനം നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാ, ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലാത്ത പേരുകൾ, അത്തരം അസുഖങ്ങൾ ധാരാളം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളടക്കമുള്ള ആളുകൾ യാ റബ്ബന നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തരല്ലേ അല്ലാ. അത്തരം അസുഖങ്ങൾ ഉള്ളവർക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശമനം നൽകണേ അല്ലാ. യാ അല്ലാ, യാ അല്ലാ, ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. മരിക്കുന്നത് വരെ നിനക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ ആഫിയത്ത് നൽകണേ അല്ലാ. നേരെ നിവർന്ന് നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് മരണം വരെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊരു പനി വന്നാൽ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ. പടച്ചവനെ, പെട്ടെന്നൊരു ദിവസം വെള്ളം പുതപ്പിച്ച് ഞങ്ങളുടെ പൊന്നുമക്കളെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. യാ റബ്ബനാ നീ ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും തരണേ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എത്രയോ സഹോദരങ്ങൾക്കാണ് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവരുടെ ഹൃദയം എത്രത്തോളം നീറുന്നുണ്ടാകുമല്ലോ. ക്ഷമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ക്ഷമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആ കുഞ്ഞുമക്കൾ നാളെ സ്വർഗീയ ലോകത്ത് മാതാപിതാക്കളെ കാത്തിരിക്കുന്ന അവസ്ഥയിലാക്കണേ അല്ലാ. അവർക്ക് നീ ഖൈറായത് പകരം കൊടുക്കണേ അല്ലാ. അർഹമുർറഹീമായ കരുണക്കടലായ തമ്പുരാനെ, പടച്ചവനെ, ഖൽബ് നന്നാക്കണേ അല്ലാ. ഹറാമു കൊണ്ട് നിറഞ്ഞ ഖൽബാണല്ല. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാഹ്. റഹമുർറഹീമായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. ചെറുപ്രായത്തിൽ 17 വയസ്സായിട്ടുള്ള ഉസ്താദ്, എന്റെ പൊന്നുമോന് ഭയങ്കരമായി സിഗരറ്റ് വലിക്കുന്നവനാ, പുകവലിക്ക് അഡിക്റ്റഡായ കുട്ടിയാണ്. അതുപോലെ തന്നെ മദ്യപാനികളായ എത്രയെത്ര കുഞ്ഞുങ്ങളാ. പടച്ചവനെ, നീ നേർവഴിക്ക് നടത്തണേ അല്ലാ. മദ്യത്തിലേക്കും മദിരാക്ഷിയിലേക്കും പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. അവർ നിമിത്തം നാണം കെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. അവർ നിമിത്തം അഭിമാനിക്കാൻ നീ സൗഭാഗ്യം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. പടച്ചവനെ, എഴുതുന്ന പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ. ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് യാ റബ്ബനാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കണേ അല്ലാ. പരീക്ഷകൾ നന്നായി അറ്റൻഡ് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഉന്നത വിജയം നീ നൽകണേ അല്ലാ. മക്കളില്ലാതെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കറയുന്ന എത്രയെത്ര സഹോദരങ്ങളുണ്ട് യാ റബ്ബനാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ തമ്പുരാനെ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. പലർക്കും സിസേറിയൻ പറഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഉസ്താദെ, സ്കാനിംഗ് റിപ്പോർട്ടിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. ഒന്നും പേടിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഏത് ഡോക്ടർ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നിയന്താവായ തമ്പുരാനെ, എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. നീ നീക്കിയാൽ ആർക്കാണ് റബ്ബേ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുക? അധികാരങ്ങൾ മുഴുവൻ നിന്റെ കയ്യിലാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ നിനക്കൊരു നാനോ സെക്കൻഡ് പോലും വേണ്ടല്ലോ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഹിമ്മത്ത് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ചു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ബിദ്അത്ത് ളലാലത്തിലേക്ക് തള്ളിവിടല്ലേ അല്ലാ. നിന്റെ ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, സയ്യിദന്മാരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ അല്ലാ.
പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ നെഞ്ചോട് ചേർത്ത് വെച്ച എത്ര സഹോദരങ്ങളാ, അവർക്ക് നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. വീട് നിർമ്മാണത്തിലിരിക്കുന്നവർക്ക് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതിനുള്ള വകകളെല്ലാം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ തമ്പുരാനെ, സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ട്, മറ്റു പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാഹ്. നീ ബാത്തിലാക്കണേ അല്ലാഹ്. സമാധാനം നിറഞ്ഞ ജീവിതം നൽകണേ അല്ലാഹ്. ഉസ്താദേ, ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്രയോ നാളുകളായെന്ന് പറഞ്ഞവർ യാ റബ്ബനാ യാ റബ്ബനാ, സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, നീ അല്ലാതൊരു തുണയില്ല അല്ലാഹ്. നിന്റെ മഹത്തുക്കളല്ലാതെ വസീലയില്ല അല്ലാഹ്. നിന്റെ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ടല്ല പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. പാസ്പോർട്ട് സംബന്ധിയായ പ്രശ്നങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലുമായി ഞങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, പടച്ചവനെ, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നം, മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നം, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹലാലായ വരുമാനം നീ നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്, ഖൈറായ തൊഴിൽ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്ഥലം വിറ്റുപോകാൻ, കച്ചവട സ്ഥാപനം വിറ്റുപോകാൻ, കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാൻ, അങ്ങനെ തുടങ്ങി വസിയ്യത്ത് ചെയ്തവരുണ്ട്. യാ അല്ലാഹ്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും ഖബറുകളിലാ. ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. ആരംഭപ്പൂവായ താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാർ ദു ആലം, നൂറേ മുജസ്സം, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നീ നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് കഅബാലയം ഒന്ന് കാണാനൊന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കടയിൽ ഒന്ന് സഅയ് ചെയ്യാൻ, ജംറകളിൽ ഒന്ന് കല്ലെറിയാൻ, മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് വാരിപ്പുണരാൻ, അവസാനം എന്റെ ഹബീബ് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാർ ദു ആലം, നൂറേ മുജസ്സം, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ നോക്കിയിട്ട് കോടാനുകോടി സലാമുകൾ വർഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഉംറക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ വസിയ്യത്തുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. അമാലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്. അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, നാളെ ഞങ്ങൾ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടത്തോടൊപ്പം ഒരുമിക്കാൻ യോഗ്യതയില്ലെങ്കിലും കൊതിയുണ്ട്, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന അയ്ദിയനാ ഖായിബീൻ. آمين 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 برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين. അപ്പോൾ നമ്മുടെ 6 മണിക്കുള്ള സ്വബാഹുൽ ഖൈറിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.